ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ കാണാൻ ഇടയായി. ഷെഫീനാൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടത്. ബഷീർ ബാഷി ജുഹാനയെ ഒഴിവാക്കിയെന്ന് പറഞ്ഞങ്ങാണ്ട് റെഡിങ് കൊടുത്തിരുന്നു. അപ്പോൾ ഇവളിത് പറയാൻ കാരണം ബഷീർ ബാഷിയും മഷൂറയും ടൂറ് പോയിട്ടുണ്ട്. അപ്പോൾ ഷുഹാന പോയിട്ടില്ല. അപ്പോൾ ഷുഹാന പോവാത്ത കാരണം കുട്ടികൾക്ക് സ്കൂളായതുകൊണ്ട് അവൾ പോയിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കര വിവാദമായി നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു ഭാര്യയ്ക്ക് വെച്ച് രണ്ടാമത് കെട്ടുമ്പോൾ ആർക്കും ഇത് ഇഷ്ടപ്പെടില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും നല്ലൊരു സ്നേഹത്തിനും സന്തോഷത്തോടെയാണ് അവർ കഴിയുന്നത്. പിന്നെ എന്തിനാണ് പിന്നെ പറയുന്നുണ്ട് സുഹാന പുറമേത്തേക്ക് സന്തോഷം കാണിക്കുക, ഉള്ളിക്കങ്ങൾ ഭയങ്കര വിഷമാണെന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അവരെ വീഡിയോസ് എപ്പോൾ എടുത്ത് കണ്ടാൽ അവർക്ക് നല്ല സന്തോഷത്തിന് അവർ കഴിയുന്നത്. പിന്നെ ബഷീർ രണ്ട് പെണ്ണ് കെട്ടിയ കാര്യം ശരി തന്നെയാണ്. അതിപ്പോൾ ആർക്കും ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല ആരെ വീഡിയോ കണ്ടാൽ. പിന്നെ ഇപ്പോൾ ഷുഹാന മസൂറയെ കാണുന്നത് അനിയത്തിയെ പോലെയാണ് അവൾ കാണുന്നത്. പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ കല്ലെടുത്തെറിയേണ്ട ആവശ്യം? അവരുടെ ജീവിതമല്ലേ. പിന്നെ അവരുടെ വീഡിയോ എടുത്ത് കണ്ടാൽ തന്നെ അറിയാം അവരെല്ലാവരും ഒരുമിച്ചാണ് എല്ലാ ഭാഗത്തേക്കും പോക്ക്. പിന്നെ ചെറിയ സാഹചര്യത്തിൽ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ പോകണുണ്ടാവില്ല. അതെടുത്തങ്ങാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് വിടേണ്ട ആവശ്യം? എപ്പോഴും ഇപ്പം പോകാൻ കഴിയുമോ? ചിലപ്പോൾ ഇവൾക്ക് മുതിർന്ന കുട്ടികളില്ല, അപ്പോൾ അതിന് പോകാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവൾ പോകണുണ്ടാവില്ല. പിന്നെ അവന് രണ്ട് പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞു. അവന് രണ്ട് പെണ്ണ് കെട്ടിച്ചെങ്കിൽ അവനല്ല അവൻ്റെ ഭാര്യമാർക്ക് ചിലവ് കൊടുക്കുന്നത്. അതിനിപ്പോൾ എന്താ? എനിക്ക് ഇവരെ വീഡിയോ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ രണ്ടുപേരും നല്ല ഇതിലാണ് അവർ കഴിയുന്നത്. അവനെ രണ്ട് ഭാര്യമാർ ഒരുപോലെയാണ് അവൻ നോക്കുന്നത്. നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. ഞാൻ എപ്പോഴും ഇവിടെ വീഡിയോ കാണലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഷുഹാന ഒരു ഇസ്ലാം മതം സ്വീകരിച്ച പെണ്ണ് തന്നെയാണ്. പക്ഷേ അയച്ചിട്ട് ഇപ്പോൾ എന്താ കുഴപ്പം? അവനെ അവളെ ഒഴിവാക്കിയിട്ടൊന്നുമില്ലല്ലോ. അവൾ കൂടെ കൊണ്ടെടുക്കുന്നുണ്ട്, അവൾ നോക്കുന്നുണ്ട്. പിന്നെ മഷൂറയെ അവൻ സ്നേഹിച്ച് കിട്ടിയതാണ്. പക്ഷേ അവൾ നാലാളില്ലേ ചെങ്ങാൾ നിൽക്കാച്ച് എന്നെ കൊടു നിൽക്കുന്നത്, അല്ലാതെ കൈ പിടിച്ച് ഒളിച്ചോട്ടി കൊടുത്തൊന്നല്ലല്ലോ. അപ്പോൾ അവന് രണ്ട് പേര് ഒരുപോലെ നോക്കുന്നുണ്ട്. നമ്മളവിടെ അവരെ വീട്ടിൽ പോയി കാണണമെന്നില്ല, അവരെ വീഡിയോസ് കാണുന്നതാണ്. എന്നാൽ വേണമെങ്കിൽ ചെലവിൽ ചോദിക്കുന്നത് അവിടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടോ? വീട്ടിലൊന്നും പോയി കണ്ടിട്ടില്ല, നമ്മൾ വീഡിയോ കാണുന്നതാണ്. ആ വീഡിയോത്തിൽ അവരെ മക്കളും രണ്ട് ഭാര്യമാരും അവരുടെ മക്കളും നല്ല സന്തോഷത്തോടെയാണ് കഴിയുന്നത്. അവരെ എല്ലാ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാനും അവർ രണ്ട് പേരും ഒരു വിഷമവും നമ്മൾ കാണുന്നില്ല. അവരെ മക്കൾക്കായിക്കോട്ടെ അവരിലായിക്കോട്ടെ അവർ നല്ല അടിച്ചു പൊളിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം അവൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അവർ സന്തോഷമായി കഴിയണേ കണ്ടിട്ട് അതിൻ്റെ അസൂയേൻ്റെ ചിലപ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറയണതാവും, അല്ലാതെ അതിലൊന്നും കാണാനില്ല. ഞാൻ കാണത്തോളം അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇവൾ രണ്ട് കുട്ടികളെയും കൈ പിടിച്ചെങ്ങാണ്ട് പുറത്തേക്ക് പോയി അവൾ എങ്ങനെ ജീവിക്കുന്നുള്ളത്. പക്ഷേ അവളങ്ങനെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അവൻ നോക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യം? പിന്നെ അവൾ അവിടുത്തെ വേലക്കാരിയായി മാറിക്കണമെന്നുള്ളത് നമുക്കങ്ങനെ തോന്നുന്നില്ലേ? രണ്ടാമത് നമ്മളെ ബെഡിലേക്ക് വേറൊരു പെണ്ണ് കയറി വരുമ്പോൾ നമുക്കത് വിഷമം തന്നെ കാരണം. അത് പറഞ്ഞത് ശരി തന്നെയാണ്. അത് കണ്ടും കൊണ്ട് നിൽക്കാനും സഹിക്കാനും കഴിയൂല. അത് പറഞ്ഞത് ശരിയാണ്. പിന്നെ ഒരു ഭാര്യയ്ക്ക് വെച്ച് രണ്ടാമതൊരു ഭാര്യനെ കൊണ്ടുവരുമ്പോൾ ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയൂല. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു സുഹാന സമ്മതിച്ചിട്ടില്ലെങ്കിലും ബഷീർ മഷൂറാനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതവൻ തന്നെ പറഞ്ഞത്, അവൻ്റെ വീഡിയോ കേട്ടതാണ്. പിന്നെ അവൾക്ക് സമ്മതിക്കില്ല, നിവൃത്തിയില്ലല്ലോ. പക്ഷെ അന്ന് അങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ നല്ല റാഹത്തിലാണ് ഇപ്പോൾ അവർ കഴിയുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ കഴിയാനും പറ്റുള്ളൂ. പിന്നെ ഇനി പണങ്ങി നിന്നിട്ട് കാര്യമില്ലല്ലോ. അവൻ കല്യാണം കഴിച്ച് കൊടുന്നു, പിന്നെ അവർ നല്ല സന്തോഷത്തോടെ പോകില്ല വേണ്ടത്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടാത്തി മുറിച്ചതിൻ്റെ കാര്യമില്ലല്ലോ. സ്നേഹിക്കാതിരുന്നിട്ടും കാര്യമില്ല.